വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനായിട്ടുള്ള റിവ്യൂ പറയാൻ പോകണം. ഇന്ന് ഞാൻ കാണാത്തൊരു സിനിമ എൻ്റെ ബ്രദർ കണ്ടു. ഇത് സയാർ എന്ന സിനിമേൻ്റെ പേര്. ആ സിനിമ ഓന് റിവ്യൂ പറയാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ ചെയ്തോട്ടെ. അപ്പോൾ ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനേക്ക് ഇന്ന് ഈ സിനിമയുടെ റിവ്യൂ പറയാൻ പോകണം. കുറേ വളരെ ജൂലൈയിലുണ്ടോ, പക്ഷെ ഇപ്പോൾ അവനെ കണ്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ റിവ്യൂ പറയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവനേക്ക് ഇന്ന് റിവ്യൂ പറയുമ്പോൾ ഞാൻ അയക്കില്ല. അപ്പോൾ വീഡിയോ അവൻ തന്നെ എൻ്റെ ചെയ്യും, ഞാൻ തന്നെ ഇട്ട് അയക്കൂട്ടാ. Okay, so please welcome him and ഞാൻ പുറത്തേക്ക് പോകണം. ബൈ. ഹലോ ഗായ്സ്, ഞാൻ റയാനാണ്. അപ്പോൾ എനിക്ക് നല്ല നന്ദിയുണ്ട് എൻ്റെ ബ്രദറിൻ്റെ ചാനലിൽ ചെയ്യാൻ ഒരു റിവ്യൂ. ഓക്കെ, നമുക്ക് സിനിമയ്ക്ക് പോവാം. സയ്യാറ, ഡയറക്റ്റഡ് ബൈ മോഹിത് സൂര്യ എന്തോ, മറ്റേ YRF ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ ആദിത്യ ചോപ്ര ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഇതിൽ സ്റ്റാർ എന്ന് അഹാം പാണ്ഡെ, അനീത് പണ്ഡ, പിന്നെ വേറെ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഷെയ്ത്താനിൽ ഒരു മറ്റേ ഒരു അജയ് ദേവ്ഗൻ ഒരു കുട്ടിയുണ്ട്, അവൻ ചെറുതായിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഈ സിനിമ കണ്ടത് ബിക്കോസ് ഇത് ഒരു 579 crore ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തു. പിന്നെ നല്ല റിവ്യൂ കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും കരുന്നേട്ട തിയേറ്ററിൽ പോയത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മറ്റൊരു അനീസ് പാട്ട് ഒരു ബ്രേക്കപ്പിൽ പോകുന്നു, പിന്നെ കല്യാണമായിട്ട് ഒരു ബ്രേക്കപ്പ് പോകുന്നു, പിന്നെ അങ്ങനെ തന്നെ. പിന്നെ അഹാം പാണ്ടിൽ എൻട്രി ഒരു മറ്റൊരു അർജുൻ റെഡ്ഡി പോലെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ എൻട്രി ഉണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഞാൻ ചിലപ്പോൾ സ്പോയിൽ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് പോകുന്നു. പിന്നെ അവർ ഈ അഹാം പാണ്ഡെ ഒരു മ്യൂസീഷ്യനാണ്, അവന് വലുതാവണം. അപ്പോൾ ഈ അനീത് പാണ്ഡെ ലിറിസിസ്റ്റ് ആണല്ലോ, അപ്പോൾ അത് എഴുതാനൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ ഇവർ മീറ്റ് ചെയ്യുന്നു, പിന്നെ ഇവർ പ്രേമിക്കുന്നു, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് നമ്മൾ അറിയുമ്പോൾ ഈ അനീത് പണ്ഡ അൽസൈമേഴ്സ് പറഞ്ഞ ഒരു ഡിസീസ് ഉണ്ട്. ചിലപ്പോൾ ഓൾഡ് പീപ്പിൾക്കാ ഉള്ളത്, പക്ഷേ ഇവൾക്കിത് കിട്ടി. അപ്പോൾ അത് നല്ലപോലെ അനീത് പാണ്ഡേനെ നല്ലപോലെ ഷീ ഡിഡ് വെരി ഗുഡ് ഇൻ ദാറ്റ് റോൾ ഓഫ് ലൈക്ക് ഹാൻഡ്ലിങ് ആൾസൈമേഴ്സ് ആൻഡ് അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ അഹാം പാണ്ഡെ കിഡിലും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മറ്റേ നെപ്പോക്കിഡ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഹാം പാണ്ഡെ ഡിഡ് വെരി ഗുഡ്. പിന്നെ ഈ അനീത് പാണ്ഡ ആൽസൈമേഴ്സ് ആയിട്ട് ഭയങ്കര ഹാൻഡിൽ ചെയ്ത്. പിന്നെ അതാണല്ലോ ആൽസൈമേഴ്സ് ഒക്കെ, നമുക്ക് എല്ലാവരും അറിയാം, ഒരു ഡിസീസാണ്, ഓർമ്മ ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഡിസീസാണ്. അത് ചിലപ്പോൾ വയലൻ്റ് ആവും, അങ്ങനെ സിനിമയിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ അഹാം പാണ്ഡെ ഭയങ്കര ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിം ആണ്, പക്ഷേ ഇത് റൊമാൻസ് മ്യൂസിക്കിൽ, ഇത് കോമഡി ഒന്നുമില്ല. എൻ്റെ ചെറുതായിട്ട് ഇമോഷണൽസ് ഉണ്ട്. പിന്നെ എൻ്റെ ചെറുതായിട്ട് എന്നെ കരപ്പിച്ചു കേട്ടോ, എനിക്ക് ചെറുതായിട്ട്, ബിക്കോസ് അങ്ങനെ ഓർമ്മ വരാൻ നല്ല പടമാണ്. ഇങ്ങനെ കുറേ ആയി ഇങ്ങനത്തെ ബോളിവുഡ് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ട്. പിന്നെ ബോളിവുഡിക്ക് എല്ലാം പടം പൊട്ടിയല്ലോ. ഇപ്പോൾ വാർ 2 പൊട്ടി, ബാഗി 4 പൊട്ടി. ഇപ്പോൾ പരം സുന്ദരി ഞാൻ കേട്ടിട്ടില്ല, അത് മൊത്തം ആവറേജാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിന് ഡയറക്ഷൻ മോഹിത് സൂര്യ എന്ന് എന്തോ അങ്ങനത്തെ പേര്. പിന്നെ റൈറ്റേഴ്സ് എനിക്കറിയില്ല, വെയിറ്റ് പറയാം, നോക്കാം. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഇതിൻ്റെ ഡയറക്ടർ മറ്റേ ആഷിക്കി 2 പിന്നെ ഏക് വില്ലൻ്റെ ഒക്കെ ഡയറക്ടറാണ്. ആഷിക്കി 2 ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല സിനിമ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് റിവ്യൂ ലൈക്ക് സയ്യാറ പറ്റിയിട്ട്. നല്ലൊരു പടമാണ്, ബാക്ക് നോക്കണ്ട. പക്ഷെ നല്ലൊരു പടമാണ്, എൻജോയ് ചെയ്യാം. പിന്നെ റൊമാൻസിലും ഇമോഷനിലും എന്താ നടക്കുന്നതെന്ന് അറിയാം, അതാണ് സ്ഥിരം. പക്ഷെ മറ്റേ ഫാമിലി പ്രോബ്ലംസ് ഒന്നും അല്ല, ഇത് മൊത്തം ഇമോഷണലാണ്, അത്രേ ഉള്ളൂ. കോമഡി ഒന്നുമില്ല ഇതിൽ. പക്ഷെ നല്ല പടം, എനിക്കിഷ്ടമായി. പിന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കരിഞ്ഞിട്ടാണ് പോയതെന്ന് എല്ലാവരും. അത്രയും വലിയ ഇമോഷണൽ
പടമാണ്, ചെറുതായിട്ട് കരയാൻ കണ്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കണ്ടത്, ബിക്കോസ് നല്ല റിവ്യൂ കൊണ്ടുകൊണ്ടാ. നല്ല പടം, എനിക്കിഷ്ടമായി. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇതിന് ഒരു 9/10 കൊടുക്കാം. അത് നല്ലതാണ്. അപ്പോൾ സയാറ ആക്ടേഴ്സും നല്ല പെർഫോം ചെയ്തു. പിന്നെ ഇനി സയാറ ആദ്യം റിവ്യൂ പറഞ്ഞു, എനിക്കിഷ്ടമായി. ഇനി ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ബൈ.